ഹായ് ഗായ്സ്, ട്യൂട്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ്. +1 കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ കെമിക്കൽ ബോണ്ടിൻ്റെ പ്രത്യേകതകൾ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്, പലതരത്തിലുള്ള ബോണ്ട് എന്തൊക്കെയാണ്, ബോണ്ടിലെ പൊളാരിറ്റി എന്താണ്, പൊളാരിറ്റി എങ്ങനെയാണ് മാറുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ട്യൂട്ടേഴ്സിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിലോ താഴെ കാണുന്ന സ്ക്രോൾ ചെയ്തു പോകുന്ന ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് എന്താണ് അല്ലേ? എന്താണ് ബോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, രണ്ട് സബ്സ്റ്റൻസ് തമ്മിലുള്ള ഒരു ലിങ്കേജ് ആണ് ബേസിക്കലി ബോണ്ടിങ് എന്ന് പറയുന്നത് അല്ലേ, ഒരു അടുപ്പം എന്നാണ് പറയുക. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ആകുമ്പോൾ നമ്മുടെ ആറ്റങ്ങൾക്കിടയ്ക്കുള്ള ഒരു ലിങ്കേജിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ബോണ്ടിങ് നടക്കാം എന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. കെമിക്കൽ ബോണ്ട് ബേസിക്കലി ഏറ്റവും അടിസ്ഥാനപരമായി രണ്ട് തരത്തിലുണ്ടെന്ന് പറയാം. ഒന്ന് അയോണിക് ബോണ്ട്, രണ്ടാമത്തേത് കോവാലൻറ്റ് ബോണ്ട്. അപ്പോൾ അയോണിക് ബോണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അയോണിക് ബോണ്ട് നോക്കാം. അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്താണ്? അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എങ്ങനെയാണ് ഇവിടെ ആറ്റങ്ങൾ തമ്മിൽ ബോണ്ടിങ് നടക്കുന്നത്, എങ്ങനെയാണ് അവർ ലിങ്ക് ചെയ്യുന്നത്? പറയുകയാണെങ്കിൽ ബോണ്ട് ഫോംഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ two atoms is called ionic or electrovalent bond, or it is the force of attraction between two oppositely charged ions. എന്താണ് പറയുന്നത്? അയോണിക് ബോണ്ട് അല്ലേ, ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അതർ ആറ്റം, ആൻഡ് ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ചാർജ്ഡ് അയോൺസ്. ഓപ്പോസിറ്റ്ലി ചാർജ് ആയിട്ടുള്ള രണ്ട് അയോൺസ് ഉണ്ടാവുന്നു, അവർ തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നു. അതാണ് അയോണിക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് അയോണിക് ബോണ്ടിങ്? നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വഴി തന്നെ നമുക്ക് നോക്കാം എന്താണ് അയോണിക് ബോണ്ടിങ് എന്ന്. എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. എക്സാമ്പിൾ എന്താണ്? ഫോർമേഷൻ ഓഫ് NaCl. അപ്പോൾ എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ NaCl എന്ന് പറഞ്ഞ മോളിക്യൂള് ഫോം ചെയ്യുന്നത്? അയോണിക് ബോണ്ടിങ് വഴി. നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡ്, സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട് അല്ലേ. ആദ്യം നമുക്ക് നോക്കാം സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ, അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 അല്ലേ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s1 അല്ലേ. നമ്മൾ ഷെല്ലിൻ്റെ കാര്യത്തിൽ എഴുതിയാൽ 281 ഇങ്ങനെ എഴുതും അല്ലേ. അപ്പോൾ 281 എന്ന് എഴുതുമ്പോൾ ഇതിലെ വാലൻസ് ഷെല്ലിൽ, അതായത് തേർഡ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്, ഒരു ഇലക്ട്രോൺ. അതാണ് വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ 1 ആണ്. ആ ഇലക്ട്രോണിനെ നമ്മുടെ സോഡിയം എന്ത് ചെയ്യും? ആ ഇലക്ട്രോണിനെ സോഡിയം അങ്ങ് റിലീസ് ചെയ്തിട്ട് സോഡിയം Na+ ആയിട്ട് മാറും. Na+ ആയിട്ട് മാറുമ്പോൾ ഇയാളുടെ കോൺഫിഗറേഷൻ എന്തായി? 2,8 ആയിട്ട് മാറി. ഈ 2,8 എന്താ? നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അല്ലേ, സ്റ്റേബിൾ ആയില്ലേ? സ്റ്റേബിൾ ആവാനല്ലേ ഏതൊരു ആറ്റത്തിനും ആഗ്രഹം. അപ്പോൾ സോഡിയം സ്റ്റേബിൾ ആവണമെങ്കിൽ Na+ ആയിട്ട് മാറണം. ഇനി ക്ലോറിൻ്റെ കാര്യം എടുത്താലോ. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 17. അതായത് 287 ആണ് കോൺഫിഗറേഷൻ. തേർഡ് ഷെല്ലിൽ അതിന് 7 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ അല്ലേ, ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ ആരായി? 288 ആയി. അദ്ദേഹത്തിന് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആയില്ലേ ക്ലോറിന്. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിന് ഒരു ഇലക്ട്രോണും കൂടെ വാങ്ങിച്ച് Cl- ആവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴാണ് അയാൾ സ്റ്റേബിൾ ആവുക. സോഡിയം Na+ ആവാൻ ശ്രമിക്കുന്നു, ക്ലോറിൻ Cl- ആവാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള Na+ഉം Cl- കൂടെ ജോയിൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് അയോണിക് ബോണ്ട് ഉണ്ടായി അതുവഴി സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ മോളിക്യൂള് ഫോം ചെയ്യുന്നത്. മനസ്സിലായ എന്താണ് അയോണിക് ബോണ്ടിങ് അല്ലെങ്കിൽ ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ? അവിടെ നടക്കുന്നത് ശരിക്കും
ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണല്ലേ. ഈ സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കാൻ റെഡിയാണ്, അതേ ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ ആര് റെഡിയാണ്? ക്ലോറിൻ റെഡിയാണ്. അപ്പോൾ സോഡിയം ഇലക്ട്രോണിനെ കൊടുത്ത് Na+ ആവും, ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് എന്താവും? Cl- ആവും. അപ്പോൾ സോഡിയം പ്ലസും Cl- കൂടെ ചേർന്നൊരു ഇലക്ട്രോ വാലന്റ് ബോണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള രണ്ട് അയോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ടാവും. അങ്ങനെ NaCl ഫോം ചെയ്യും. മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഇലക്ട്രോ വാലന്റ് ബോണ്ടിങ് എങ്ങനെയാണെന്ന് പിടികിട്ടിയോ? നമുക്ക് നോക്കാം. ഈ ഇലക്ട്രോ വാലന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അയോണിക് ബോണ്ടിങ് ഫോം ചെയ്യുന്ന സമയത്ത് ചില എനർജറ്റിക്സ് എന്ന് വെച്ചാൽ എനർജി ചേഞ്ചസ് നടക്കാറുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പല എനർജി ചേഞ്ച് ഉണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞതായിരുന്നു NaCl എക്സാമ്പിൾ വെച്ചാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ Na+ ഉണ്ടായെന്നും പറഞ്ഞു, Cl- ഉണ്ടായെന്നും പറഞ്ഞല്ലേ. അപ്പോൾ അത് രണ്ടുമാണല്ലോ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ Na+, സോഡിയം എന്ന് പറഞ്ഞ ആറ്റം സോഡിയം പ്ലസ് അയോൺ ആയിട്ട് മാറി. അങ്ങനെ പ്ലസ് ആയിട്ട് മാറുന്ന പോസിറ്റീവ് അയോണിനെ പറയുന്ന പേരാണ് കാറ്റയോൺ. പോസിറ്റീവ് അയോൺ കാറ്റയോൺ. അപ്പോൾ ഈ പോസിറ്റീവ് അയോൺ ആവണമെങ്കിൽ എന്താവണം? സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കണം അല്ലേ. അങ്ങനെ ഇലക്ട്രോണിനെ കൊടുക്കാൻ പൊതുവിൽ റെഡിയായിട്ടുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. അപ്പോൾ സോഡിയം അല്ലെങ്കിൽ അതുപോലുള്ള ഇലക്ട്രോ പോസിറ്റീവ് ആറ്റംസ് എന്ത് ചെയ്യും? ദ ഫോർമേഷൻ ഓഫ് എ പോസിറ്റീവ് അയോൺ ഓർ കാറ്റയോൺ ഫ്രം ദ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. അതാണ് ആദ്യം നടക്കുന്ന കാര്യം. അപ്പോൾ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റങ്ങളിൽ നിന്ന് കാറ്റയോൺ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ അത് കൊടുക്കും. ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള എനർജി എന്തുവാ? ചാപ്റ്റർ 3 പഠിച്ചിട്ടുണ്ടല്ലേ, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ പഠിച്ചു. എന്താണ് ആ എനർജിയുടെ പേര്? അയണൈസേഷൻ എനർജി, അല്ലെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും അല്ലേ. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എലമെന്റ് അതിൻ്റെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോണായിട്ട് മാറും. ഈ അയണൈസേഷൻ ഡെഫിനിഷൻ പ്രത്യേകിച്ച് ഓർക്കണം. എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം എന്നാണ് പറയുന്നത്. അതാണ് അവിടെ ഗ്യാസ് ഇട്ടേക്കുന്നത് കണ്ടോ. ഈ ആറ്റം ഗേഷ്യസ് ഫോമിലിരിക്കുമ്പോൾ അയണൈസേഷൻ എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ആരാവും? M+, അല്ലെങ്കിൽ ആ ആറ്റത്തിൻ്റെ പ്ലസ് ചാർജായ കാറ്റയോൺ ആയിട്ട് മാറും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സാണ് കാറ്റയോൺ. അതിന് വേണ്ട എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഇനി കാറ്റയോൺ ഫോം ചെയ്തു, അതുപോലെ ആനയോൺ ഫോം ചെയ്യണമല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും ആനയോൺ ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ? ഓൾറെഡി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ, അത് ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള, ഇലക്ട്രോ നെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരയോൺ എന്ത് ചെയ്യും? ഒരാറ്റം എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ വാങ്ങിക്കും, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കണ്ടോ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പോൾ ഒരു നെഗറ്റീവ് അയോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള അയോണായിട്ട് മാറുമ്പോൾ അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് രണ്ടാമത് നടക്കുന്ന എനർജി ചേഞ്ച്. അവിടുത്തെ നോക്കിക്കേ, ഇവിടെ ഒരു ആറ്റം ഇലക്ട്രോനെഗറ്റീവ് ആറ്റമാണ്. ആ ആറ്റം ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു, എന്നിട്ട് എന്തായി മാറുന്നു? നെഗറ്റീവ് ചാർജായിട്ട് മാറുന്നു. ഓക്കെ, നെഗറ്റീവ് ചാർജായിട്ട് മാറുന്നു. ഇനി ഈ നെഗറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ആ നെഗറ്റീവ് ചാർജ് ആയതിൻ്റെ പേരെന്താ? ആനയോൺ. അങ്ങനെയാണ് പേര്, ആനയോൺ എന്ന് പറയും. ആനയോൺ എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ ഉണ്ട്. നെഗറ്റീവ്ലി ചാർജഡ് അയോണിനെ ആനയോൺ എന്നും പോസിറ്റീവ്ലി ചാർജഡ് അയോണിനെ കാറ്റയോൺ എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള കാറ്റയോണും നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ആനയോണും കൂടെ ചേർന്ന് ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു. ഓക്കെ, അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഒരു എനർജി റിലീസ് ചെയ്യും. ആ എനർജിയുടെ പേരാണ്, അല്ലെങ്കിൽ അവിടുത്തെ എനർജി എക്സ്ചേഞ്ചിൻ്റെ പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്താണ് ലാറ്റിസ് എൻതാൽപ്പി? കണ്ടോ, M+ഉം X- കൂടെ കമ്പൈൻ ചെയ്തിട്ട് MX ഉണ്ടായി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ M+ഉം X- ഗേഷ്യസ് അയോൺസ് ആണ്. MX എന്ന് പറയുന്നത് ഒരു സോളിഡ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ റിലീസ് ചെയ്ത എനർജിയാണ് എന്ത്? ലാറ്റിസ് എനർജി, അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്താണ് നമുക്ക് വ്യക്തമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, അപ്പോൾ എനർജറ്റിക്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം ഫോർമേഷൻ ഓഫ് എ പോസിറ്റീവ് ആണ്, കാറ്റയോൺ ഉണ്ടാവണം. അയണൈസേഷൻ എനർജി അപ്ലൈ ചെയ്തിട്ട് കാറ്റയോൺ ഉണ്ടാവണം.
അപ്പം രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം ഒരു എനർജി റിലീസ് ചെയ്യണം, അത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഈ രണ്ട് എനർജി ചേഞ്ച് പറഞ്ഞു. പിന്നെന്താണ് പറഞ്ഞത്? ലാറ്റിസ് എനർജി. ഈ പ്ലസും മൈനസും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാറ്റയോണും നെഗറ്റീവായിട്ടുള്ള ആനയോണും കൂടെ ചേർന്ന് ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ് എനർജി. നമുക്ക് വ്യക്തമായിട്ട് നോക്കിയൊക്കെ എന്താണ് ലാറ്റിസ് എനർജി എന്ന്. അതിനു മുമ്പേ അപ്പോൾ ഈ അയോണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻ വേണ്ടേ? ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വേണ്ടേ? ഇല്ലേ? ഏതൊരു കാര്യത്തിനും ഫേവറബിൾ കണ്ടീഷനും അൺഫേവറബിൾ കണ്ടീഷനും ഉണ്ടാവും. അപ്പോൾ അയോണിക് ബോണ്ട് ഫോം ചെയ്യാനുള്ള ഫേവറബിൾ കണ്ടീഷനകത്തെ ഒന്നാമത്തെ കണ്ടീഷൻ, നമ്പർ 1 കണ്ടീഷനാണ് എന്ത്? ലോ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദി ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. അല്ലേ? നമ്മൾ ഒരുപാട് എനർജി കൊടുക്കണ്ട, പെട്ടെന്ന് ഇലക്ട്രോണിനെ കിട്ടുമെങ്കിൽ അത്രയും സന്തോഷം അല്ലേ? പെട്ടെന്ന് ഒരു പോസിറ്റീവ് കാറ്റയോൺ ഉണ്ടാവും. അപ്പം ആദ്യത്തെ കാര്യം എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് ആറ്റത്തിൻ്റെ ലോ അയണൈസേഷൻ എൻതാൽപ്പിയാണ് ഫസ്റ്റ് ഫേവറബിൾ കണ്ടീഷൻ. രണ്ടാമത്തെ എന്താണ്? ദി ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ദി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, അതായത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആവുമെന്ന് വെച്ചാൽ എനർജി റിലീസ് ചെയ്യണം, അത് ഹൈ ആയിരിക്കണം. ഹൈ ആയിട്ടുള്ള ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ദി ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം, അത് രണ്ടാമത്തെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. മൂന്നാമത്തെ എന്താണ്? ഹൈ ലാറ്റിസ് എൻതാൽപ്പി ഓഫ് ദി അയോണിക് കോമ്പൗണ്ട് ഫോംഡ്. ആ പുതുതായിട്ടുണ്ടായ അയോണിക് കോമ്പൗണ്ടിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി വളരെ ഹൈ ആയാലും അതും ഒരു ഫേവറബിൾ കണ്ടീഷനാണ് എന്തിന്? അയോണിക് ബോണ്ട് ഫോം ചെയ്യാൻ. ഇനി എന്താണ് ലാറ്റിസ് എനർജി നോക്കാം, വ്യക്തമായിട്ട് തന്നെ നോക്കിയേക്കാം. ലാറ്റിസ് എൻതാൽപ്പി, ഇറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഇൻറ്റു കറസ്പോണ്ടിങ് ഗേഷ്യസ് അയോൺസ്. അതാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണ് ഈ കാര്യം. ഏത്? ഈ ഗേഷ്യസ് അയോൺസ്. അതായത് എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട്. അല്ലേ? അയോണിക് കോമ്പൗണ്ട് സോളിഡ് ആണ്. 1 mole ഓഫ് എ കോമ്പൗണ്ട്, 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ടിനെ നിങ്ങൾ എങ്ങനെ മാറ്റണം? ഗേഷ്യസ് അയോൺസ് ആയിട്ട് മാറ്റണം. അതാണ് ഗേഷ്യസ് അയോൺസ് ആയിട്ട് മാറ്റണം. 1 mole ഓഫ് അയോണിക് കോമ്പൗണ്ടിനെ ഗേഷ്യസ് അയോൺസ് ആയിട്ട് മാറ്റണം. ഓർ ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം ഗേഷ്യസ് അയോൺസ്. അതായത് ഒരു അയോണിക് കോമ്പൗണ്ടിനെ അതിൻ്റെ ഗേഷ്യസ് അയോണായിട്ട് മാറ്റി നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കണം അല്ലേ? അതേപോലെ ഒരു എനർജി ആയിരിക്കില്ലേ രണ്ട് ഗേഷ്യസ് അയോൺസിൽ നിന്ന് ഒരു അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്നത്? രണ്ടും ഒരേ എനർജി അല്ലേ? അപ്പോൾ രണ്ടും എന്താണ്? ലാറ്റിസ് എനർജിയാണ്, ലാറ്റിസ് എൻതാൽപ്പിയാണ്. ലാറ്റിസ് എൻതാൽപ്പി ഈസ് റിക്വയർഡ്, അല്ലെങ്കിൽ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് 1 mole ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഇൻറ്റു കറസ്പോണ്ടിങ് ഗേഷ്യസ് അയോൺസ്. ഓർ ഇറ്റ് ഈസ് ദ എനർജി റിലീസ്ഡ് when 1 mole of an ionic compound is formed from gaseous ions. ഇത് രണ്ടും ലാറ്റിസ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ ലാറ്റിസ് എനർജി എത്രത്തോളം കൂടുതലാണോ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും ആ മോളിക്യൂൾ അല്ലേ? ആ മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് എനർജി കൊടുക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മോളിക്യൂൾ ഇറ്റ്സ് വെരി സ്റ്റേബിൾ അല്ലേ? വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ലാറ്റിസ് എനർജി നിങ്ങൾ കണ്ടു അല്ലേ? ലാറ്റിസ് എൻതാൽപ്പി കണ്ടു. ഇനി നമുക്ക് നോക്കാം അയോണിക് ബോണ്ടിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ അയോണിക് ബോണ്ടിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എനർജി ചേഞ്ചസ്, എനർജറ്റിക്സ് പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചത്? ആ അയോണിക് ബോണ്ട് ഫോം ചെയ്യാനുള്ള ഫേവറബിൾ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്തത് നെക്സ്റ്റ് പോയിന്റ് എന്താണ്? കോവാലന്റ് ബോണ്ട്. അയോണിക് ബോണ്ട് കഴിഞ്ഞു, ഇനി കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ട് അല്ലേ? മറ്റൊരു തരത്തിലുള്ള ബോണ്ടാണ്. ആദ്യത്തെ അയോണിക് ബോണ്ടിൽ എന്തായിരുന്നു? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആയിരുന്നു. ഒരു ആറ്റം കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും മറ്റൊരു ആറ്റം ഇലക്ട്രോണിനെ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇനി കോവാലന്റ് ബോണ്ട് ആണെങ്കിലോ, ബോണ്ട് ഫോംഡ് ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ 2 or more ആറ്റംസ് ഈസ് കോൾഡ് കോവാലന്റ് ബോണ്ട് അല്ലേ? ഇവിടെ സംഭവിക്കുന്നത് എന്താ? മ്യൂച്വൽ ഷെയറിംഗ് ആണ്. ഇവിടെ ആരും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അല്ലേ? ഇലക്ട്രോണിനെ വിട്ടുതരാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം? ഞങ്ങൾ വേണമെങ്കിൽ ഈ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിനെ ഷെയർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഒരിക്കലും വിട്ടുകൊടുക്കുകയല്ല, ട്രാൻസ്ഫർ നടക്കുന്നില്ല അവിടെ. പകരം എന്ത് ചെയ്യും? രണ്ടുപേരും ഒരുപോലെ മ്യൂച്വലായിട്ട് ഷെയർ ചെയ്യും. എന്തിനെ? ഇലക്ട്രോൺസിനെ. കണ്ടോ? അപ്പോൾ ബോണ്ട് ഫോംഡ് ബൈ ദ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ 2 or more ആറ്റംസ് ഈസ് കോൾഡ് കോവാലന്റ് ബോണ്ട്. എക്സാമ്പിൾ കണ്ടോ? ക്ലോറിൻ മോളിക്യൂളാണ് കൊടുത്തേക്കുന്നത്. ക്ലോറിൻ മോളിക്യൂൾ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ, 287 ആണ് മൊത്തം 17 ഇലക്ട്രോൺ. അതിൻ്റെ കോൺഫിഗറേഷൻ പറയുമ്പോൾ
എങ്ങനെയാ ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാ പറയുക? 2, 8, 7 അല്ലേ? അപ്പോൾ അതിനകത്തെ വാലൻസ് ഷെല്ലിലുള്ള 7 ഇലക്ട്രോണാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ക്ലോറിൻ 7 ഇലക്ട്രോൺ, അടുത്ത ക്ലോറിൻ 7 ഇലക്ട്രോൺ. രണ്ടുപേരും എന്ത് ചെയ്യും? ഞങ്ങൾ ഓരോ ഇലക്ട്രോണിനെ തരാം ബോണ്ട് ഫോം ചെയ്യാൻ. അല്ലാതെ അങ്ങ് വിട്ടു തരാൻ പറ്റില്ല. ഓരോ ഇലക്ട്രോണിന് വീതം ഷെയർ ചെയ്യാം. അങ്ങനെ രണ്ടുപേരും ഓരോ ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പം അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇയാൾക്കും 8 ഇലക്ട്രോൺ അല്ലേ? ഇപ്പം നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 7 ഇലക്ട്രോൺ ആയിരുന്നു, ഇയാൾക്കും 7 ഇലക്ട്രോൺ, ഈ ക്ലോറിനും 7 ഇലക്ട്രോൺ. ബോണ്ടിങ് ഷെയറിങ് വന്നപ്പോഴോ 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺ. ഈ ക്ലോറിനും 8 ഇലക്ട്രോൺ, ഈ ക്ലോറിനും 8 ഇലക്ട്രോൺ. രണ്ടുപേർക്കും ഓക്കെ, ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി, രണ്ടുപേരും ഹാപ്പി അല്ലേ? ഒരു ബോണ്ട് അവിടെ ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് കോവാലന്റ് ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫോം ചെയ്തത് 2 ഇലക്ട്രോൺ ഇവിടെ ഈ ബോണ്ടിങ് പങ്കെടുക്കുന്നുള്ളൂ. ഇപ്പോൾ 2 ഇലക്ട്രോൺ ചേർന്നുണ്ടാവുന്ന ബോണ്ട് ഒരു ബോണ്ട് അല്ലേ? 2 ഇലക്ട്രോൺ ചേർന്ന് ഒരു ബോണ്ടല്ലേ ഉണ്ടാവുള്ളൂ. അതാണ് സിംഗിൾ ബോണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ സിംഗിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയും. ഇനി നോക്കിയേ, ഓക്സിജന്റെ കേസിൽ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ചിത്രം അല്ലേ? അപ്പോൾ 6 ഇലക്ട്രോൺ ഉള്ളപ്പം അതിനകത്ത് 1 ഇലക്ട്രോൺ ബോണ്ടിങ്ങിന് വേണ്ടി വിട്ടുകൊടുത്തു ഈ ഓക്സിജൻ. ആ ഓക്സിജനും ഒരെണ്ണം വിട്ടുകൊടുത്തു, ഒരെണ്ണം കൂടെ ഈ ഓക്സിജൻ വിട്ടുകൊടുത്തു, ആ ഓക്സിജനും ഒരെണ്ണം കൂടെ വിട്ടുകൊടുത്തു അല്ലേ? മൊത്തം 6 ഇലക്ട്രോൺ, വാലൻസിൽ 6 ഇലക്ട്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് അതായത് ഒരു ഓക്സിജൻ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. നേരത്തെ ക്ലോറിൻ ഒരാളെ കൊടുക്കുന്നുള്ളായിരുന്നു, ഓക്സിജൻ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഓക്സിജൻ അതുപോലെ തന്നെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലം എന്താ? 2 പേർക്കും 8 ഇലക്ട്രോൺ വീതമായി. 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺ ആയില്ലേ? ഈ ഓക്സിജൻ ആയില്ലേ 8 എണ്ണം? അപ്പോൾ അവർ തമ്മിൽ എത്ര ബോണ്ട് ഫോം ചെയ്തു? 2 ബോണ്ട് ഫോം ചെയ്തു. ഒരു ഇലക്ട്രോൺ, ഒരു ഓക്സിജൻ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ അവർ തമ്മിൽ 2 ബോണ്ട് ഫോം ചെയ്തു. മൊത്തം ബോണ്ടിങ്ങിൽ പങ്കെടുത്ത ഇലക്ട്രോണിൻ്റെ എണ്ണം 4. ഓരോ ഓക്സിജനും 2 ഇലക്ട്രോൺ വീതം വിട്ടുകൊടുത്തു അല്ലേ? നൈട്രജൻ്റെ കേസിലേക്ക് വന്നാലോ, നൈട്രജന് വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോണാണ് ഉള്ളത്. 5 ഇലക്ട്രോൺ, അതിൽ 3 ഇലക്ട്രോണിനെ വീതം ഓരോ നൈട്രജനും വിട്ടുകൊടുക്കുകയാണ് ഇവിടെ അല്ലേ? 3 ഇലക്ട്രോൺ വീതം ഓരോ നൈട്രജനും വിട്ടുകൊടുത്തപ്പോൾ എന്തോ ആയി? ആകെയുള്ള 2 പ്ലസ് 1, 2, 3, 4, 5, 6. അപ്പോൾ അങ്ങനെ 6, 2, 8. ഓരോ നൈട്രജനും 8 ഇലക്ട്രോൺ വീതം കിട്ടി അല്ലേ? 2 ഇലക്ട്രോൺ സ്വന്തമായിട്ടിരിക്കുന്നത്, 3 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ കൊടുത്തത്. അപ്പോൾ 3 ഇലക്ട്രോൺ കൊടുത്താൽ 3 ഉം 3 ഉം 6 ഇലക്ട്രോൺ, മൊത്തം 6 ഇലക്ട്രോൺ. അവിടെ 3 ബോണ്ടുകൾ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. ഓക്സിജന്റെ കേസിൽ ഡബിൾ കോവാലന്റ് ബോണ്ടായിരുന്നു, ക്ലോറിൻ്റെ കേസിൽ സിംഗിൾ കോവാലന്റ് ബോണ്ടായിരുന്നു, നൈട്രജന്റെ കേസിലോ ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടാണ്. ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട്. 2 നൈട്രജനും 8 ഇലക്ട്രോൺ വീതം കിട്ടി, ഒക്ടേറ്റ് കംപ്ലീറ്റ് ആയി, ഹാപ്പി ആയി. ഓക്കെ, നൈട്രജൻ മോളിക്യൂൾ. അപ്പോൾ കോവാലൻസി എന്നൊരു ടേം നമ്മളിങ്ങനെ പറയും. എന്താണ് കോവാലൻസി? In the formation of a covalent bond, each combining atoms contribute at least 1 electron to the shared pair. The number of electrons contributed by an atom to the shared pair or bonded pair during the formation of a covalent bond is called കോവലൻസി അല്ലേ? അപ്പോൾ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 ഇലക്ട്രോണെങ്കിലും ഒരു ആറ്റം വിട്ടുകൊടുക്കണം അല്ലേ? പക്ഷെ നമ്മൾ പറയുകയാണ്, ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ 1 ഇലക്ട്രോൺ കൊടുത്താൽ മതി. 2 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോണിനെ കൊടുക്കണം. 3 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 3 ഇലക്ട്രോണിനെ കൊടുക്കണം. അങ്ങനെ ഒരു ആറ്റം കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അതാണ് അതിൻ്റെ കോവാലൻസി. അതായത് number of electrons contributed by an atom to the shared pair or bonded pair during the formation of a covalent bond is called covalency. അപ്പോൾ നൈട്രജൻ്റെ കോവാലൻസി എത്ര? 3. നൈട്രജൻ 3 ഇലക്ട്രോണിനെ വരെ വിട്ടുകൊടുക്കും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി അല്ലേ? ഓക്സിജൻ്റെ 2 ഇലക്ട്രോണിനെ വരെ വിട്ടുകൊടുക്കും. ക്ലോറിനോ 1, 1 ഇലക്ട്രോണിനെ മാത്രമേ ക്ലോറിൻ വിട്ടുകൊടുക്കുകയുള്ളൂ. അപ്പോൾ കോവാലൻസി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ബോണ്ട് പാരാമീറ്റേഴ്സ്. ബോണ്ട് ഫോം ചെയ്തല്ലേ? ബോണ്ട് ഫോം ചെയ്യും, ബോണ്ടിന് ചില പാരാമീറ്ററുകളുണ്ട്. ബോണ്ട് ഫോം ചെയ്യുമ്പോഴും ബോണ്ടിന് ചില പാരാമീറ്ററുകളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പാരാമീറ്ററാണ് ബോണ്ട് ലെങ്ത്. ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിനകത്തൊരു ബോണ്ട് ലെങ്ത് ഉണ്ട്. ബോണ്ട് ലെങ്ത് എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആവറേജ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ്
ടു ബോണ്ടഡ് ആറ്റംസിൻ്റെ മോളിക്യൂൾ അല്ലേ. ഇപ്പം ഞാനിപ്പോൾ പറയുകയാണ് ഹൈഡ്രജനും ചേർന്ന് ഒരു ബോണ്ട് ഫോം ചെയ്തിട്ട് H2 മോളിക്യൂൾ ഉണ്ടായെന്ന് ഞാൻ പറയുകയാണ് അല്ലേ. ഹൈഡ്രജനും ഫോം ചെയ്ത് H2 മോളിക്യൂൾ ഉണ്ടായി. ഈ രണ്ട് ഹൈഡ്രജനും ഒരു ന്യൂക്ലിയസും ഉണ്ട്, ഒരു ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഹൈഡ്രജൻ്റെയും ന്യൂക്ലിയേ ഉണ്ട്. ഒരു ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഇവിടെയും ഒന്ന് ഇവിടെ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഇലക്ട്രോൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ധരിക്കാൻ പാടില്ല. എക്സാക്ട് സെൻറ്ററാണ്. അതായത് ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്നും ഓരോ ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അതും ആവറേജ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ബോണ്ട് ലെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആവറേജ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ടു ബോണ്ടഡ് ആറ്റംസിൻ്റെ മോളിക്യൂൾ എന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ബോണ്ട് ആംഗിൾ. അടുത്ത പാരാമീറ്റർ ആണ് ബോണ്ട് ആംഗിൾ. അപ്പോൾ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ബോണ്ട് ആംഗിൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആദ്യം OH2 വാട്ടർ മോളിക്യൂൾ OH2 അല്ലേ. ഇവിടെ ഈ രണ്ട് ബോണ്ടുകൾക്കിടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ട്. അതാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയർസ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ സെൻട്രൽ ആറ്റത്തിനകത്തോട്ട് അല്ലെങ്കിൽ ആ സെൻട്രൽ ആറ്റത്തിനകത്തേക്ക് ഇലക്ട്രോൺ, ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ബോണ്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് എങ്ങനെയാണ്? ഓർബിറ്റലാണ് അല്ലേ. ബോണ്ടിങ് ഓർബിറ്റലുകളാണ്. അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോണുകൾ ചേർന്ന് ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അവിടെ ഓർബിറ്റൽ കോൺസെപ്റ്റാണ്. ഓർബിറ്റലുകൾ തമ്മിലാണ്. അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലും ഓക്സിജൻ്റെ 1s ഓർബിറ്റലും ചേർന്നാണ് അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത്. VCPR തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റി പറയും. എങ്കിൽ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇവിടെ പറയുന്നത് എന്താണ്? ആ ഡെഫിനിഷനായിട്ട് തന്നെ പഠിക്കണം. ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് containing bonding electron pairs around the central atom in a molecule. രണ്ട് ബോണ്ടുകൾക്കിടയ്ക്കുള്ള ആംഗിളാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. പിന്നെ ബോണ്ട് എൻതാൽപ്പി. നിങ്ങൾ തെർമോഡൈനാമിക്സിൽ എൻതാൽപ്പിയെ പറ്റി വിശദമായിട്ട് പഠിക്കും. എൻതാൽപ്പി ബേസിക്കലി എനർജിയാണ് അല്ലെങ്കിൽ ഹീറ്റ് കണ്ടന്റ് ആണെന്നൊക്കെ പഠിക്കും. നിങ്ങളിപ്പം എനർജി എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അനുസരിച്ച് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് എനർജി required to break 1 mole of a particular bond between two atoms in gaseous state. ഏതെങ്കിലും രണ്ട് ആറ്റത്തിനിടയ്ക്കുള്ള ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എനർജി, അല്ലെങ്കിൽ 1 mole ഓഫ് ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ് ഈ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക. ഡയറ്റോമിക് മോളിക്യൂൾ അതായത് H2 ഹൈഡ്രജൻ മോളിക്യൂൾ H2 എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആകെ ഒരു ബോണ്ടേ ഉള്ളല്ലേ. പക്ഷേ H2O എന്ന് പറഞ്ഞ മോളിക്യൂൾ എടുത്താലോ അവിടെ 2 ബോണ്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണല്ലേ. ഒറ്റ ബോണ്ട് ബ്രേക്ക് ചെയ്തു, അത് കംപ്ലീറ്റ് ആയി. പക്ഷേങ്കിൽ ഈ വാട്ടർ മോളിക്യൂളിനകത്താണെങ്കിലോ നമ്മൾ ആദ്യം H2Oയ്ക്കകത്തെ ഒരു മോളിക്യൂൾ ബ്രേക്ക് ചെയ്യും, ഒരു OH ബോണ്ട് ബ്രേക്ക് ചെയ്യും. പിന്നുള്ള ഒരു OH ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ ഈ ആദ്യം കൊടുത്തതിന് അത്ര എനർജി കൊടുക്കേണ്ടതില്ല. നിങ്ങൾ തെർമോഡൈനാമിക്സിനകത്ത് പഠിക്കും. അത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും ബോണ്ട് എൻതാൽപ്പിയും ഉണ്ട്. അപ്പം ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബോണ്ടിനെ മാത്രം ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഈ പോളി അറ്റോമിക് മോളിക്യൂൾ, അതായത് 2ൽ കൂടുതൽ ആറ്റങ്ങളുള്ള മോളിക്യൂൾസിനകത്ത് ഓരോ ബോണ്ടിനും ഓരോ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആയിരിക്കും. ഈ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പികളുടെ ആവറേജ് ആണ് ഒരു മോളിക്യൂളിൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ഓരോ ബോണ്ടിനുള്ള ഡിസോസിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള എനർജി. ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പികളുടെ ആവറേജ് ആണ് ബോണ്ട് എൻതാൽപ്പി. ഡെഫിനിഷൻ അനുസരിച്ച് എങ്ങനെയാണ് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole ഓഫ് എ പർട്ടിക്കുലർ ബോണ്ട് ബിറ്റ്വീൻ 2 atoms ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. യൂണിറ്റ് എന്താണ്? കിലോജൂൾ പെർ മോൾ. ഇനി ഫോർ ഡയറ്റോമിക് മോളിക്യൂൾസ് ബോണ്ട് എൻതാൽപ്പി ഈക്വൽ ടു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അതാണ് നമ്മൾ പറഞ്ഞത്. ഡയറ്റോമിക് മോളിക്യൂളിൽ ആകെ ഒരു ബോണ്ടേ ഉള്ളൂ. അവിടെ ബോണ്ട് എൻതാൽപ്പിയും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും എല്ലാം തുല്യമാണ് അല്ലെങ്കിൽ ഈക്വലാണ് അല്ലേ. പക്ഷേ
ലാർജർ ദി ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി സ്ട്രോങ്ങർ വിൽ ബി ദ ബോണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് അറിയാമല്ലോ, മനസ്സിലായിട്ടുണ്ടല്ലോ. കൂടുതൽ സ്ട്രോങ് ആയ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ എനർജി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി അധികമാണെങ്കിൽ, കൂടുതലാണെങ്കിൽ അർത്ഥം എന്താ? ബോണ്ട് ഈസ് വെരി സ്ട്രോങ് എന്നാണ്. ഇനി ഇൻ കേസ് ഫോർ പോളി അറ്റോമിക് മോളിക്യൂൾ ബോണ്ട് എന്താൽപ്പി ഈസ് ദ ആവറേജ് ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പീസ് ആണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ വിശദമായി തെർമോഡൈനാമിക്സിനകത്ത് പഠിക്കും. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പോളി അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ ബോണ്ട് എന്താൽപ്പി എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ബോണ്ട് ഓർഡർ എന്താണ്? ബോണ്ട് ഓർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. രണ്ട് ആറ്റങ്ങൾ തമ്മിൽ, ഒരു മോളിക്യൂളിനകത്തുള്ള രണ്ട് ആറ്റങ്ങൾ തമ്മിൽ എത്ര ബോണ്ടുണ്ട്, അതാണ് ബോണ്ട് ഓർഡർ. ക്ലോറിനും തമ്മിൽ എത്ര ബോണ്ടാണ് നമ്മൾ കണ്ടത്? ഒരു ബോണ്ടാണ് അല്ലേ? 2 ഇലക്ട്രോൺ മാത്രമേ ഷെയറിങ് വരുന്നുള്ളൂ. എന്നാൽ ഓക്സിജനും തമ്മിലോ, ഓക്സിജനും തമ്മിൽ 2 ബോണ്ടാണ്, ഡബിൾ ബോണ്ടാണ് ഇല്ലേ? ഓരോ ഓക്സിജനും 2 ഇലക്ട്രോൺ വീതം കൊടുക്കുന്നതാണ്. മൊത്തം 4 ഇലക്ട്രോൺ പങ്കെടുക്കുന്ന ഒരു ബോണ്ടിങ് ആണ് ഓക്സിജൻ്റെ അല്ലേ? അപ്പോൾ ഡബിൾ ബോണ്ടാണ്. ഇനി നൈട്രജൻ്റെ കേസിലോട്ട് വന്നാലോ? നൈട്രജനും തമ്മിൽ 1, 2, 3 ബോണ്ടാണ്. ആ ഓരോ നൈട്രജനും 3 ഇലക്ട്രോൺ വീതം കൊടുക്കുന്നുണ്ട്. മൊത്തം 6 ഇലക്ട്രോണാണ്. 3 ബോണ്ട് ഫോം ചെയ്യും അല്ലേ? ഇപ്പോൾ നൈട്രജൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്, ഓക്സിജൻ്റെ ബോണ്ട് ഓർഡർ 2 ആണ്, ക്ലോറിൻ്റെ ബോണ്ട് ഓർഡർ 1 ആണ്. അപ്പോൾ ജനറലി വിത്ത് ഇൻക്രീസ് ഇൻ ബോണ്ട് ഓർഡർ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ഇൻക്രീസസ് അല്ലേ? അതായത് ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് എന്താൽപ്പി കൂടും, ബോണ്ട് ലെങ്ത് കുറയും. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ബോണ്ട് ലെങ്ത് കൂടുതലാണെങ്കിൽ അവിടുത്തെ ബോണ്ട് എന്താൽപ്പി കുറവായിരിക്കും. ബോണ്ട് ഓർഡർ കൂടുതലാണെങ്കിൽ ബോണ്ട് ലെങ്ത് കുറവായിരിക്കും, ബോണ്ട് എന്താൽപ്പി കൂടുതലായിരിക്കും. അപ്പോൾ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ആ ഒരു കോവാലന്റ് ബോണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബോണ്ട് പാരാമീറ്റേഴ്സിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? പൊളാരിറ്റി ഓഫ് ബോണ്ട്സ്. എന്താണ് പൊളാരിറ്റി ഓഫ് ബോണ്ട്സ് അല്ലെങ്കിൽ ഡൈപോൾ മൊമെൻറ്റ്? എന്താണ് ഡൈപോൾ മൊമെൻറ്റ്? പൊളാരിറ്റി ഓഫ് ബോണ്ട് അല്ലേ? ബോണ്ട് പൊളാരിറ്റിയെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യത്തെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈഡ്രജൻ, നമ്മളെല്ലാം ഹൈഡ്രജനെയാണ് വിളിക്കുന്നത്. ഹൈഡ്രജൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ക്ലോറിനെ ആക്കാം, CL ആക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഓക്സിജനും ആക്കാം, അതും കുഴപ്പമില്ല. നമ്മുടെ ഒരു സിമ്പിളായിട്ടുള്ള മോളിക്യൂൾ എന്ന നിലയ്ക്ക് നമ്മൾ ഹൈഡ്രജനെ എടുക്കുകയാണ് അല്ലേ? അപ്പോൾ ഹൈഡ്രജനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഹൈഡ്രജൻ ഇവിടെയും ഹൈഡ്രജൻ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ആ ഹൈഡ്രജനും ഇലക്ട്രോണിനെ കൊടുക്കുന്നു. അവർ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല അല്ലേ? ഒരേ ഇലക്ട്രോണിനെ, ഒരേ മോളിക്യൂളാണ്. അപ്പോൾ 2 പേര് ഇലക്ട്രോണിനെ ഒരുപോലെ ഉള്ളൂ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്നത്. 2 പേര് ഓരോ ഇലക്ട്രോണിനെ കൊടുത്തേക്കുന്നു, അവരൊരു കറക്റ്റ് ഡിസ്റ്റൻസ് നിൽക്കുന്നു, അല്ല അവിടെ കോമ്പറ്റീഷൻ ഇല്ല അല്ലേ? അതാണ് പറയുന്നത് when a covalent bond is formed between 2 similar atoms, the shared pairs of electrons is equally attracted ആണ് by the 2 atoms. 2 പേരും ഒരുപോലെ അട്രാക്ട് ചെയ്യും. അവിടെ ഒരാൾ കൂടുതലോ ഒരാൾ കുറവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ പെയർ ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ ദ 2 ന്യൂക്ലിയൈ. ഇലക്ട്രോൺ പെയർ എക്സാക്ട്ലി ബിറ്റ്വീൻ ദ 2, രണ്ടെണ്ണത്തിൻ്റെയും നടുക്കായിരിക്കും ആ ഇലക്ട്രോൺ നിൽക്കുന്നത് അല്ലേ? അപ്പം the bond formed so അല്ലെങ്കിൽ the bonds so formed are called non polar covalent bond. അവിടെ പൊളാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ധ്രുവീകരണം ഇല്ല. പൊളാരിറ്റി എന്ന് വെച്ചാൽ ധ്രുവീകരണം എന്നാണ്. ധ്രുവീകരണം ഇല്ല, പൊളാരിറ്റി ഇല്ല അല്ലേ? ഒരേപോലത്തെ ആറ്റങ്ങളാണ് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത്. അവരൊരുപോലെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. സോ ഇലക്ട്രോൺ പെയർ വിൽ ബി എക്സാക്ട്ലി ഇൻ ദ സെൻറ്റർ അല്ലേ? നടുക്കായിരിക്കും കറക്റ്റ്. എന്നാൽ നമുക്കിതേ സ്ഥാനത്ത് 2 ഡിഫറെൻ്റ് ആറ്റങ്ങൾ വന്നാലോ എങ്ങനെയാണ് കാര്യങ്ങൾ മാറുന്നത്? H2ക്ക് പകരം HF വരുവാന്ന് വിചാരിച്ചു. ഹൈഡ്രജനും ഫ്ലൂറിനും, നിങ്ങൾക്കറിയാമല്ലോ ഫ്ലൂറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. ഇൻഫാക്ട് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവായുള്ള അയോൺ ഫ്ലൂറിനാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഫ്ലൂറിൻ ഹൈഡ്രജനെ പോലെയാണോ? അല്ല, ഇലക്ട്രോൺ സംഗതി ഷെയറിംഗ് ഒക്കെ തന്നെയാണ്. 2 പേരും കോവാലന്റ് ബോണ്ടിങ് ഒക്കെയാണ് ഫോം ചെയ്യുന്നത് അല്ലേ? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുക അവിടെ. പക്ഷേ ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ പെയറുകളെ കുറച്ച് തൻ്റെ അടുത്തോട്ട് പിടിക്കും. കാരണം പുള്ളിക്ക് അതിനുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട്. ഫ്ലൂറിൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ് അല്ലേ? ഇലക്ട്രോൺസിനെ കൂടുതൽ അട്രാക്ട് ചെയ്യും. എങ്ങോട്ട്? ഫ്ലൂറിൻ്റെ സൈഡിലോട്ട് അട്രാക്ട് ചെയ്യും.
പക്ഷേ ഹൈഡ്രജൻ ആ സമയത്ത് കമ്പയർഡ് ടു ഫ്ലൂറിൻ അത്രയ്ക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഹൈഡ്രജൻ ഓക്കെ കുറച്ച് ഇലക്ട്രോണിനെ താങ്കൾ എടുത്തോളൂ എന്ന് പറയുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ ഫ്ലൂറിനകത്തൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഇലക്ട്രോണിനെ കുറച്ച് വിട്ടുകൊടുക്കുന്നതുകൊണ്ടൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പോൾ ഫ്ലൂറിനൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജനൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഇങ്ങനെയുള്ള മോളിക്യൂൾ സച്ച് ദാറ്റ് അതിനകത്തൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് വായിക്കാം. But when the covalent bond is formed between two dissimilar atoms, the shared electron pairs are more attracted by one of the atoms. ഒരു ആറ്റം കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യും. So one atom gets a slight negative charge and the other atom gets a slight positive charge. Such molecules are called പോളാർ മോളിക്യൂൾ അല്ലേ. ഇലക്ട്രോണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പം ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് കൂടുതൽ അട്രാക്ട് ചെയ്ത് നിർത്തും. അതുകൊണ്ട് അവർക്ക് എന്തായി ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഡെൽറ്റ നെഗറ്റീവ് എന്ന് പറയാം. ഇതിന് ഡെൽറ്റ എന്ന ഗ്രീക്ക് ലെറ്റർ ഡെൽറ്റയാണ് ഇത് കേട്ടോ. അപ്പം ഡെൽറ്റ നെഗറ്റീവ് ചാർജും കുറച്ച് അത്ര ഇലക്ട്രോനെഗറ്റിവിറ്റി ഇല്ലാത്ത ആറ്റത്തിന് കുറച്ചൊരു ഡെൽറ്റ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. HCl, HF, H2O, HI ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. എല്ലാം ഹാലജനാണ് അല്ലേ. Cl ആയാലും HF ആയാലും I ആയാലും ഒക്കെ ഹാലജനാണ് അല്ലേ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോളാർ മോളിക്യൂളിൻ്റെ പൊളാരിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഈ പൊളാരിറ്റി മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ആ ടേംസിലാണ് ഡൈപോൾ മൊമെൻ്റ് അല്ലെങ്കിൽ മ്യൂ എന്ന് പറയും. ഈ ലെറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് മറന്നു പോകരുത്, എഴുതാനും മറന്നു പോകരുത്, യു എഴുതി വെക്കരുത്. ഇത് മ്യൂ ആണ്. മ്യൂ ഓക്കെ, മ്യൂ ആണ്. ഇങ്ങനെ വേണം എഴുതാൻ. മ്യൂ എന്നുള്ള ലെറ്ററാണ്. അപ്പം ഡൈപോൾ മൊമെന്റ് മ്യൂ ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് അറ്റ് വൺ എൻഡ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അപ്പോൾ ഹൈഡ്രജനും ഫ്ലൂറിനും ഉണ്ടെങ്കിൽ ഹൈഡ്രജന് ഡെൽറ്റ പോസിറ്റീവ് ചെറിയ പോസിറ്റീവ് ഉണ്ട്, ഫ്ലൂറിനൊരു ഡെൽറ്റ നെഗറ്റീവ് ചെറിയ നെഗറ്റീവ് ഉണ്ടല്ലേ. അപ്പോൾ അവർ തമ്മിൽ രണ്ട് ചാർജാണ്. ആ രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസും അതിലൊരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ഡൈപോൾ മൊമെൻറ്റ്. ഈ ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് കൂളം മീറ്റർ ആണ്. പക്ഷേ സാധാരണ ഇത് നമ്മൾ നോർമലായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഡിബൈ എന്നുള്ള യൂണിറ്റിലാണ്. ഡിബൈ എന്ന് വെച്ചാൽ ഫേമസ് സയൻറ്റിസ്റ്റ് ആണ് കേട്ടോ, കെമിസ്റ്റാണ്, ഫിസിസിസ്റ്റ്, കെമിസ്ട്രി എല്ലാ മേഖലകളിലും നന്നായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വലിയ സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡിബൈ. അദ്ദേഹത്തിൻ്റെ പേരാണ് നമ്മൾ യൂണിറ്റ് ഇട്ടിരിക്കുന്നത് ഡൈപോൾ മൊമെൻറ്റിന്. അപ്പോൾ 1 ഡിബൈ ഈക്വൽ ടു 3.336 × 10⁻⁻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 ⁻
അതിൻ്റെ യൂണിറ്റ്. അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞല്ലേ, ഈ ഡൈപോൾ മൊമെൻ്റ് ഒരു പ്രത്യേകതയുണ്ട്. ഡൈപോൾ മൊമെൻ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് വെക്റ്ററും സ്കെയിലറും? നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ് ആണ് വെക്റ്റർ ക്വാണ്ടിറ്റി. സ്കെയിലർ എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഡയറക്ഷൻ ഇല്ല. നമ്മൾ പറയും ഡിസ്റ്റൻസ് പറയുമല്ലേ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ആര്? ഡൈപോൾ മൊമെൻറ്റും അതുപോലൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട് അല്ലേ? അതിന് ഡിനോട്ട് ചെയ്യുന്നത് നമ്മുടെ, ഇപ്പം ഞാൻ പറയാം, എക്സാമ്പിൾ എഴുതി കാണിക്കാം. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ മോളിക്യൂൾ ഡൈപോൾ മൊമെൻ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ആ ഹൈഡ്രജൻ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റത്തിനകത്തൊരു ടെയിലും കൊടുക്കും, ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലോട്ട് അതിൻ്റെ ഹെഡും കൊടുക്കും. ഇലക്ട്രോ പോസിറ്റീവ് ആറ്റത്തിലേക്ക് ടെയിലും കൊടുക്കും, ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലേക്ക് ഹെഡും കൊടുക്കും. അതാണ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇപ്പം ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിലേക്കാണ്. അപ്പം ഹെഡ് പോയിൻറ്റിങ് ടുവേർഡ്സ് നെഗറ്റീവ് സെൻറ്റർ. ഓക്കെ, ഇനി പോളി അറ്റോമിക് മോളിക്യൂൾസ് ആണെങ്കിൽ ശ്രദ്ധിക്കണം. പോളി അറ്റോമിക് മോളിക്യൂൾ ഇവിടെ ഇപ്പോൾ ആകെ 2 ആറ്റങ്ങളേ ഉള്ളൂ. ഒരു ഹൈഡ്രജനും ഉണ്ട്, ഒരു ഫ്ലൂറിനും ഉണ്ട്. ആകെ 2 ആറ്റമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ടെയിലും ഇവിടെ ഹെഡും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി പോളി അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിലോ, ഉദാഹരണം പറഞ്ഞാൽ H2O ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ അല്ലേ? അപ്പോൾ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ BF2 ബെറിലിയം ഡൈഫ്ലൂറൈഡ് ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ അല്ലേ? അതിൻ്റെ എങ്ങനെ കാണും? നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചേക്കുക.
In case of polyatomic molecules, dipole moment depends on the individual bond dipoles and the spatial arrangement of bonds. Just മനസ്സിലാക്കി വെക്കുക, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. Here the dipole moment of the molecule is the vector sum of the bond dipoles of various bonds. Vector sum, ഡയറക്ഷനും കൂടെയുള്ള സം എന്താണെന്ന് നോക്കാം. കണ്ടോ, BeF2 മോളിക്യൂൾ അല്ലേ. BeF2 നമ്മൾ എങ്ങനെയൊക്കെ കാണാൻ പറ്റും? ബെറിലിയം ഡൈ ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബെറിലിയം ഡൈ ഫ്ലൂറൈഡിനകത്ത് ഫ്ലൂറിനാണ് ഇലക്ട്രോനെഗറ്റീവ് അല്ലേ, ഫ്ലൂറിനാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഫ്ലൂറിനിലേക്കായിരിക്കുമല്ലോ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എപ്പോഴും നിൽക്കുന്നത്. ഇവിടെ ബെറിലിയത്തിനകത്തൊരു ടെയിലും ഫ്ലൂറിനകത്തോട്ടൊരു ഹെഡും, ഇവിടെയും ബെറിലിയത്തിനകത്തൊരു ടെയിലും ഫ്ലൂറിനകത്തോട്ടൊരു ഹെഡും. കണ്ടോ കണ്ടോ പോയത് കണ്ടോ? ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ കണ്ടോ? ബെറിലിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്ക്, ബെറിലിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്ക്. പക്ഷേ മോളിക്യൂൾ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഡൈപോൾ മൊമെന്റും മറ്റേ ഡൈപോൾ മൊമെന്റും കൂടെ ക്യാൻസൽ ഔട്ട് ആയിപ്പോയി. കാരണം രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലാണ്. വെക്റ്റർ സമ്മാണ്, ഡയറക്ഷൻ ഉണ്ട്, രണ്ടുപേരും രണ്ട് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ക്യാൻസൽ ആയി പോകത്തില്ലേ? ക്യാൻസൽ ആയിപ്പോയി ഇവിടെ. ഫോർ BeF2 the net dipole moment is 0 since the equal bond dipoles are in opposite directions and cancel each other. രണ്ടുപേരും മാഗ്നിറ്റ്യൂഡ് ഒന്നാ, ഒരേ ആറ്റം അല്ലേ, ബെറിലിയം ഫ്ലൂറിൻ ബെറിലിയം ഫ്ലൂറിൻ, മാഗ്നിറ്റ്യൂഡ് ഒന്നാ, പക്ഷേ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി, ക്യാൻസൽ ഔട്ട് ആയിപ്പോയി. നിങ്ങൾ നോക്കൂ, BF3 പുതിയൊരു മോളിക്യൂൾ വന്നു, BF3 ബെറിലിയം ട്രൈ ഫ്ലൂറൈഡ്. ഈ BF3 എഴുതുമ്പോൾ എങ്ങനെയാണ്? അതിനകത്ത് ഒരു ആംഗിൾ ഇങ്ങനെയാണ്, ഇതാ അതിൻ്റെ ഇത് വരിക. അപ്പം ഇവിടെ F ഉണ്ട്, ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എങ്ങനെയായിരിക്കും? ബെറിലിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്കല്ലേ പോവുക, ബെറിലിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്കല്ലേ പോവുക, ബെറിലിയത്തിൽ നിന്ന് ഫ്ലൂറിനിലേക്കല്ലേ പോവുക അല്ലേ? ആണ്. അങ്ങനെ പോകുമ്പം ഇവിടെയും വെക്റ്റർ സമ്മാണ്. ഈ വെക്റ്ററുകളെല്ലാം കൂടെ സമ്മ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് ഇത് വരേണ്ടത്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ, ഈ BFൻ്റെയും ഈ BFൻ്റെയും, ഈ ബോണ്ടിൻ്റെയും ഈ ബോണ്ടിൻ്റെ വെക്റ്റർ സം ഇങ്ങനെയാണ് വരുന്നത്. അതാണ് വെക്റ്റർ സം. ആ വെക്റ്റർ സം ഇതുമായിട്ട് ക്യാൻസലായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? ഫൈനലി അതിൻ്റെയും 0 ആയിപ്പോയി. BF3യുടെ കേസിലും ഡൈപോൾ മൊമെന്റ്, നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിപ്പോയി. ഹിയർ ദ റിസൾട്ടന്റ് ഓഫ് എനി ടു ബോണ്ട് ഡൈപോൾസ് ഈസ് ഈക്വൽ ടു ദ ഓപ്പോസിറ്റ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ തേർഡ്. ഈ രണ്ടെണ്ണത്തിൻ്റെ വെക്റ്റർ സം ആയിരുന്നു ഇത്, ഇത് രണ്ടിൻ്റെ വെക്റ്റർ സം ആയിരുന്നു ഇത്. ആ വെക്റ്റർ സം ഈ മൂന്നാമത്തേതിൻ്റെ വെക്റ്റർ സം അല്ലെങ്കിൽ മൂന്നാമത്തെ ഡൈപോൾ മൊമെന്റുമായിട്ട് ഈക്വൽ മാഗ്നിറ്റ്യൂഡുമാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനുമാണ്. സോ ക്യാൻസൽ ഔട്ട് ആയിപ്പോയി, ഡൈപോൾ മൊമെന്റ് 0 ആയിട്ട് പോയി. അപ്പോൾ അവിടെയാണ് NH3 വരുന്നത്, അമോണിയ. NH3, വൈ NH3 ഈസ് പോളാർ? എന്താണ് NH3 പോളർ ആയത്? എപ്പോൾ? NF3 ഈസ് നോൺ പോളർ. അപ്പോൾ വൈ NH3 ഈസ് പോളാർ ബട്ട് NF3 ഈസ് നോൺ പോളാർ. അപ്പോൾ NH3യും NF3യും ആരാന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ആളാണല്ലോ, അമോണിയെ പരിചയമില്ലാത്ത ആരും ഇതിനകത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് NH3ക്ക് ഉള്ള പ്രത്യേകത NF3യേക്കാൾ. NH3യും NF3യും രണ്ടും ഒരേ ഷേപ്പുള്ള മോളിക്യൂളാണ്. NH3 നമ്മൾ എങ്ങനെ എഴുതുക? നൈട്രജൻ പിരമിഡൽ ഷേപ്പ് അല്ലേ? നൈട്രജൻ പിരമിഡൽ ഷേപ്പിലല്ലേ? ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ആകെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 എണ്ണം. 5-നകത്ത് 3 എണ്ണം ബോണ്ടിങ് കൊടുത്തു, 2 എണ്ണം ലോൺ പെയറും. അപ്പോൾ ആകെ 5 ഇലക്ട്രോണുമായിട്ട് നിൽക്കുന്ന നൈട്രജൻ. ആ നൈട്രജൻ NH3 എന്ന് പറഞ്ഞ മോളിക്യൂള് ഫോം ചെയ്യുന്നു. NH3 നൈട്രജനും ഹൈഡ്രജനും കൂടെ നോക്കുമ്പം ആരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ള ആൾ? നൈട്രജൻ അല്ലേ? അപ്പോൾ പിന്നെ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ഇരിക്കും? വെക്റ്ററിൻ്റെ ഡയറക്ഷൻ എങ്ങനെ ഇരിക്കും? ഹൈഡ്രജനിൽ നിന്ന് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ ഹൈഡ്രജനിൽ നിന്ന് നൈട്രജനിലേക്ക് ആയിരിക്കത്തില്ലേ? ഇങ്ങനെ ആയിരിക്കില്ലേ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ പോവുക? ഇവിടെ ഇങ്ങനെ ആയിരിക്കില്ലേ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ പോവുക? ഇവിടെയും ഇങ്ങനെ ആയിരിക്കില്ലേ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ പോവുക? 3 ബോണ്ടിനകത്തും. അപ്പം ഈ 3 വെക്റ്റർ സം കൂടെ ചേർന്ന്, ഈ 3 വെക്റ്ററും കൂടെ ചേർന്ന് അതിൻ്റെ വെക്റ്റർ സം ഏത് ഡയറക്ഷനിലായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. ഇതാണ് അതിൻ്റെ വെക്റ്റർ സം. മനസ്സിലായോ? വെക്റ്ററാണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. ഡൈപോൾ മൊമെന്റ് 1, ഡൈപോൾ മൊമെന്റ് 2, ഡൈപോൾ മൊമെന്റ് 3, മൂന്നും ഒരേ ഡയറക്ഷനിൽ വന്നിട്ട് വെക്റ്റർ സം ഇങ്ങനെയാണ് വരിക. ഓക്കെ ആണോ? വെക്റ്റർ സം ഈ ഡയറക്ഷനിലാണ് വരിക. ഇവിടെ എന്താ പറ്റി? അതുപോലെ
ഈ ഡൈപോൾ മൊമെന്റ്, ഈ ലോൺ പെയറിന്റെ ഒരു വെക്ടർ സമ്മും, അത് നൈട്രജനേക്കാൾ കൂടുതൽ ഇലക്ട്രോണെഗറ്റീവ് അല്ലേ ലോൺ പെയർ എപ്പോഴും. ലോൺ പെയർ എന്ന് വെച്ചാൽ തന്നെ നിൽക്കുന്ന ഇലക്ട്രോൺസാണ്, ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ അവരുടെ വെക്ടർ സം ഇങ്ങനെയാണ്. ഇപ്പം നോക്കിയപ്പം എല്ലാം ഒരേ ഡയറക്ഷൻ. മൊത്തത്തിൽ ഈ മോളിക്യൂളിൻ്റെ ഈ NH3 മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെന്റ് നമ്മൾ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ അത് ഈ ഡയറക്ഷനിൽ ഇങ്ങനെയായിരിക്കും കാണപ്പെടുക, ഇങ്ങനെയാണ് കാണപ്പെടുക. ഓക്കെ, ഈ ഡയറക്ഷനിലാണ് അതിൻ്റെ വെക്ടർ സം. അപ്പോൾ അതിനൊരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ട് മേളിലേക്കാണ്. ഓക്കെ അല്ലേ, ഡൈപോൾ മൊമെന്റ് ഉണ്ട്. സോ അത് ഒരു പോളാർ മോളിക്യൂളാണ്. പറയാം അമോണിയ ആൻഡ് നൈട്രജൻ ഫ്ലൂറൈഡ്. ഇനി ഇതുപോലെ നൈട്രജൻ ഫ്ലൂറൈഡിൻ്റെ കാര്യം കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. നൈട്രജൻ ഫ്ലൂറൈഡിനെ നമ്മൾ ഒഴിവാക്കണ്ട, നൈട്രജൻ ഫ്ലൂറൈഡിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ NF3 മോളിക്യൂൾ നമ്മൾ നോക്കിയാലോ. NF3 മോളിക്യൂൾ നോക്കുമ്പം NF3യിൽ എന്തുണ്ട്? നൈട്രജൻ ഉണ്ട്, ഒരു ഫ്ലൂറിൻ, 2 ഫ്ലൂറിൻ, 3 ഫ്ലൂറിൻ, പിന്നെ ഒരു ലോൺ പെയറും ഉണ്ട് അല്ലേ. അപ്പം 3 ഫ്ലൂറിനും ഉണ്ട്, ഒരു ലോൺ പെയറും ഉണ്ട്. NF3ക്കകത്ത് 3 ഫ്ലൂറിനും ഒരു ലോൺ പെയറും ഉണ്ട്. ഡൈപോൾ മൊമെന്റ് എങ്ങനെയായിരിക്കും? ആരാ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ, നൈട്രജൻ ആണോ ഫ്ലൂറിനാണോ? ഫ്ലൂറിൻ അല്ലേ. അപ്പം എന്തായി? നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്ക്, നൈട്രജനിൽ നിന്ന് ഫ്ലൂറിനിലേക്ക്. ലോൺ പെയറിൻ്റെയോ ഇങ്ങോട്ട്. കണ്ടോ, ഇവിടെ നേരെ തിരിച്ചായിരുന്നു. നൈട്രജൻ അതെല്ലാം ഒരേ ഡയറക്ഷൻ നിന്നതാ NH3ക്കകത്ത്. ഇവിടെ ആയപ്പോഴോ തിരിച്ചായി അല്ലേ, തിരിച്ചായി. അപ്പം ഇതിനകത്ത് 2 ഓപ്പോസിറ്റ് അല്ലേ. അപ്പം ഈ 3 എണ്ണത്തിൻ്റെ വെക്ടർ സം എങ്ങനെയായിരിക്കും? ഈ 3 എണ്ണത്തിൻ്റെ വെക്ടർ സം ഇങ്ങനെയല്ലേ വരത്തുള്ളൂ. ആ 3 എണ്ണത്തിൻ്റെ വെക്ടർ സം ഇതേ ഡൗൺവേർഡ് ഡയറക്ഷന് വന്നപ്പോൾ നമ്മുടെ ലോൺ പെയർ കാരണമുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി അല്ലേ. സോ ദർ ഇസ് എ ക്യാൻസലേഷൻ. അവിടെ ഡൈപോൾ മൊമെന്റ് 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് പാർഷ്യലി ക്യാൻസലായിട്ട് എന്ത് ചെയ്യും? NF3യുടെ ഡൈപോൾ മൊമെന്റ് കുറയും. ആരേക്കാളും? NH3യേക്കാൾ. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ബോത്ത് അമോണിയ ആൻഡ് നൈട്രജൻ ഫ്ലൂറൈഡ് ആർ പിരമിഡൽ ഇൻ ഷേപ്പ്. കണ്ടു അല്ലേ, പിരമിഡൽ ഇൻ ഷേപ്പ്. ഈവൻ ദോ fluorine is more electronegative than hydrogen, the net dipole moment of NF3 is smaller than that of NH3. NH3യുടെ അല്ലെങ്കിൽ NF3യുടെ ഡൈപോൾ മൊമെന്റ് NH3യേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ NH3യുടെ ഡൈപോൾ മൊമെന്റ് NF3യേക്കാൾ കൂടുതലാണ്. എന്താണ് കാരണം? ദിസ് ഈസ് ബിക്കോസ് ഇൻ the case of NH3 the orbital dipole due to the lone pair is in the same direction as the resultant dipole moment of the 3 NH bonds. ഈ ഡൈപോളും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് but in NF3 the orbital dipole is in the opposite direction of the resultant dipole moment of the 3 NF bonds. So the dipole moments get partially cancelled. അതുകൊണ്ട് എന്തായി? NF3 ഡൈപോൾ മൊമെന്റ് കുറവായി NH3യേക്കാൾ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ, വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. മനസ്സിലായ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം കൂടെ നോക്കാം. എന്താണ് കോവാലന്റ് ക്യാരക്ടർ ഇൻ അയോണിക് ബോണ്ട്സ് അല്ലെങ്കിൽ ഫജാൻസ് റൂൾസ്. അപ്പോൾ NH3 NF3 കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അമോണിയ മോർ പോളാർ ആണ്. കൃത്യമായിട്ട് എക്സാമിന് ചോദിക്കും. വളരെ കാര്യമായിട്ട് ഓർത്തിരിക്കുക. ഡയഗ്രാം അടക്കം വരച്ചെഴുതിയാൽ ഫുൾ മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി കോവാലന്റ് ക്യാരക്ടർ ഇൻ അയോണിക് ബോണ്ട്സ്, ഫജാൻസ് റൂൾസ്. സയൻറ്റിസ്റ്റ് ആണ് ഫജാൻ കണ്ടുപിടിച്ച റൂൾസാണ് അല്ലെ. ഫജാൻ്റെ റൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്സ് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ ഫജാൻസ് ഇൻ ടേംസ് ഓഫ് ദി ഫോളോയിങ് റൂൾസ്. അപ്പോൾ പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഓഫ് അയോണിക് ബോണ്ട്സ് ആണ് അല്ലേ. അയോണിക് ബോണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ കാരണം ഉണ്ടാകുന്നെന്ന് പറഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ആണെന്ന് പറഞ്ഞു, ഒക്കെ പറഞ്ഞെങ്കിലും അതിനകത്തൊരു പാർഷ്യലായിട്ടുള്ള കോവാലന്റ് ക്യാരക്ടർ ഉണ്ടെന്നാണ് ഫജാൻസ് റൂൾസ് പറയുന്നത് അല്ലേ. എങ്ങനെ കോവാലൻസ് എന്ന് പറയുമ്പോൾ ഷെയറിങ്ങിലോട്ട് പോകുന്നുള്ളതാണ്. എങ്ങനെയൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട്, ചില സമയത്താണ് ഈ കോവാലൻസി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അയോണിക് ബോണ്ട് കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നത് ചില ഒക്കേഷൻസിലാണ്. എന്തൊക്കെയാണ് അതിൻ്റെ കാര്യം? ഒന്ന്, സ്മോളർ ദി സൈസ് ഓഫ് ദി കാറ്റയോൺ and larger the size of the anion, greater the covalent character of an ionic bond. അയോണിക് ബോണ്ടിനകത്തുള്ള കാറ്റയോണിൻ്റെ സൈസ് കുറവും ആനയോണിൻ്റെ സൈസും വലുതാവുമ്പോൾ എന്ത് ചെയ്യും? ആ അയോണിക് ബോണ്ട് ഒരു കോവാലന്റ് ക്യാരക്ടർ കാണിക്കാൻ തുടങ്ങും. പിന്നെയോ, ദ ഗ്രേറ്റർ ദി ചാർജ് ഓൺ ദി കാറ്റയോൺ,
കാറ്റയോണിലെ ചാർജ് ഒരുപാട് കൂടുതലാണെങ്കിൽ പ്ലസ് ചാർജ് +3 +4 ഒക്കെ പോവുകയാണെങ്കിൽ അതുപോലെ ഗ്രേറ്റർ ദി കോവാലന്റ് ക്യാരക്ടർ ഓഫ് ദി അയോണിക് ബോണ്ട്. അതുപോലെ അപ്പോൾ എന്താ പറയുക, കാറ്റയോണിനകത്തെ ചാർജ് കൂടുതലാണെങ്കിൽ, കാറ്റയോണിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ കാറ്റയോണിൻ്റെ ചാർജ് കൂടുതലാണെങ്കിലും എന്താണ്, ആ അയോണിക് ബോണ്ട് കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. അതുപോലെ ആനയോണിൻ്റെ സൈസ് വലുതാണെങ്കിലും കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. കാറ്റയോണിൻ്റെ സൈസ് ചെറുതും ആനയോണിൻ്റെ സൈസ് വലുതാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. കാറ്റയോണിലെ ചാർജ് ഒരുപാട് കൂടുതലാണെങ്കിൽ അത് കോവാലന്റ് ക്യാരക്ടർ കാണിക്കും. പിന്നീടുള്ളത് എന്താ, ഫോർ കാറ്റയോൺസ്. ഇനി കാറ്റയോണിൻ്റെ സൈസും ഒരേപോലെയാണ്, ചാർജും ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പോളറൈസേഷൻ കാണിക്കാൻ വേണ്ടിയുള്ള കാരണങ്ങൾ എന്താണ്, അയോൺ വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-1dn ns0. ഇപ്പോൾ കോൺഫിഗറേഷൻ ആണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു CU കോപ്പർ അയോൺ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ പറയുന്നത്, 4s1 3d10 എന്നല്ലേ. അപ്പം n-1d. അപ്പോൾ n-1d ns0 അങ്ങനെ ഒരു സാധനം വന്നാൽ അത് മോർ പോളറൈസിങ് ആയിരിക്കും ദാൻ ആര്, ns2 np6 മാത്രം വരുന്ന ഡി ഓർബിറ്റലൊന്നും ഇല്ലാത്തൊരാൾ. അതായത് നമ്മുടെ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ മാത്രം വരുന്ന ഒരാളിനേക്കാളിലൊക്കെ നന്നായിട്ട് ഡി ഓർബിറ്റിലും കൂടെ ഉള്ള ഒരാളാണെങ്കിൽ, ഡി ഓർബിറ്റിൽ ഇലക്ട്രോൺ ഉള്ള ഒരാളാണെങ്കിൽ കൂടുതൽ പോളറൈസബിലിറ്റി കാണിക്കും. ഈ ഫജാൻസ് ക്യാരക്ടർ അല്ലെങ്കിൽ ഫജാൻസ് റൂൾസ് പറയുന്ന കോവാലൻസ് എന്ന് പറഞ്ഞാൽ പോളറൈസേഷനായിട്ട് ബന്ധമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആ കാറ്റയോണിൻ്റെ ചാർജ് കൂടുതലാവും തോറും ആ കാറ്റയോൺ കൂടുതൽ പോളറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ആനയോണിൻ്റെ ചാർജ്, ആനയോണിൻ്റെ ക്യാരക്ടർ. അതായത് ഇപ്പം കാറ്റയോൺ നമ്മൾ സാധാരണ പഠിച്ചത് എങ്ങനെയാണ്, കാറ്റയോൺ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ആനയോൺ ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു എന്നല്ലേ. അപ്പോൾ ഈ കാറ്റയോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആവുകയും ഒരുപാട് പോസിറ്റീവും കൂടുതലും ആണെങ്കിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴി ഇലക്ട്രോണിനെ കാറ്റയോൺ ഇങ്ങനെ അടുത്തോട്ട് പിടിക്കാനൊക്കെ ശ്രമം നടത്തും. ആനയോണിൻ്റെ സൈസ് വലുതാണെങ്കിൽ അതിനകത്ത് ആ ഇലക്ട്രോണിനെ അവർ കുറച്ച് വിട്ടുകൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കോവാലന്റ് ക്യാരക്ടർ. ശരിക്കും അയോണിക് ആകുമ്പം നമ്മൾ ഇലക്ട്രോണിനെ ആനയോണിന് കൊടുത്തു എന്നല്ലേ പറയുക. പക്ഷേ ഈ പറയുന്ന സൈസ് വ്യത്യാസവും ചാർജ് വ്യത്യാസവും വരുമ്പം ആനയോൺ ഈ കയ്യിൽ വെച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ കുറച്ച് ആ ബോണ്ടിലോട്ട് ഇറക്കും. മനസ്സിലായോ? കുറച്ചുകൂടെ അത് അത്രയും എടുക്കാതെ കുറച്ച് കാറ്റയോണിൻ്റെ സൈഡിലോട്ടൊക്കെ പോകും. അതാണ് ഈ കോവാലൻസി ഉണ്ടാകുന്നതിൻ്റെ കാരണം. അപ്പോൾ അത് ഉണ്ടാകാൻ വേണ്ടി എന്താണ് സംഭവിക്കുന്നത്, കാറ്റയോണിൻ്റെ ചാർജ് കൂടുതലായിരിക്കണം, കാറ്റയോണിൻ്റെ സൈസ് ചെറുതായിരിക്കണം, അതുപോലെ ആനയോണിൻ്റെ സൈസും കൂടുതലായിരിക്കണം. ഓക്കെ, ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ ഈ കോൺഫിഗറേഷൻ ഡി ഇലക്ട്രോണും കൂടെ വരുമ്പോഴൊക്കെയാണ് എന്ത് കോവാലന്റ് ക്യാരക്ടർ കിട്ടുന്നത്. ഫജാൻസ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക, പഠിച്ച് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കോവാലന്റ് ബോണ്ടിനെ പറ്റിയും അയോണിക് ബോണ്ടിനെ പറ്റിയും ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നമ്മൾ തന്നു കഴിഞ്ഞു. ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നോളജബിൾ ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ.